തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSും കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡും ഉളിയിൽ വടക്കിൻ കണ്ടത്തിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. മണ്ഡലം MLA സന്ദീപ് വാര്യർ കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. യുവതലമുറയെ കൃഷിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിനും മണ്ണിനെയും മഴയെയും അറിയുന്നതിനും തരിച്ചുനിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനുമായാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലങ്ങളിൽ മഴപ്പൊലിമ എന്ന പേരിൽ കാർഷികോത്സവങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSും ജില്ലാ മിഷൻ കാസർഗോഡിന്റെ സഹകരണത്തോടെ മഴപ്പൊലിമ നടത്തിയത്. ഉളിയൻ വടക്കിൽ കണ്ടത്തിൽ സംഘടിപ്പിച്ച കാർഷികോത്സവം മണ്ഡലം MLA സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നിങ്ങൾ ആവേശം കണ്ടപ്പോൾ എനിക്ക് അവിടുന്ന് മാറാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ഇതിന് കൂടുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാം, ഇനിയും ഒരു എല്ലാ വർഷവും നിങ്ങളുടെ കൂടെ ഈ മഴപ്പൊലിമ പരിപാടി ഞാനുണ്ടാവും. ഇതിലും ഗംഭീരമായിട്ട് നമുക്ക് ഈ പരിപാടിയെ മാറ്റണം. ഇവിടെ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ പ്രസംഗിച്ച് വെറുതെ സമയം കളയുന്നില്ല. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. തരിശായി കിടക്കുന്ന ഭൂമികൾ കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകാൻ വേണ്ടി കുടുംബശ്രീ മുൻകൈ നടത്തുന്ന പരിപാടിയാണ്. അതിൽ കുടുംബശ്രീ എന്ന് പറയുന്ന കുടുംബശ്രീ മിഷൻ കുടുംബശ്രീയുടെ പ്രവർത്തനം രാജ്യത്തും ലോകത്തുമെമ്പാടും നമ്മുടെ കേരളത്തിന് മലയാളത്തിന് പ്രശസ്തി നേടിക്കൊടുത്തിട്ടുള്ള അംഗീകാരം നേടിക്കൊടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. നമ്മുടെ സ്ത്രീ ശക്തിയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു പ്രതീകമായിട്ട് കുടുംബശ്രീ മാറിയിരിക്കുകയാണ്. ഇന്ന് രാജ്യം മുഴുവൻ കുടുംബശ്രീയെ അഭിനന്ദിക്കുകയാണ്. അതിന്റെ കാരണം, അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്കാണ്, കുടുംബശ്രീയുടെ പ്രവർത്തകർക്കായിട്ടുള്ള നിങ്ങൾക്കാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ചടങ്ങിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അധ്യക്ഷയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് കോർഡിനേറ്റർ M. വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D. ഹരിദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജീഷ് ബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഷ്റിഫ ജാബീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK പ്രസന്ന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, CDS മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ KP സുഹ്റ സ്വാഗതവും ഉപജീവന ഉപസമിതി കൺവീനർ ശുഭകല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.